ഓൾ ഇത് ഞാനുണ്ടല്ലോ യു എയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. അപ്പൊ സാറ്റർഡേ ഈവനിങ് ഒക്കെ ആയപ്പോ അതുകൊണ്ടിടെ നല്ല മഴയും കാറ്റും നല്ലൊരു അടിപൊളി ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അകത്തിരുന്ന് ഞാൻ പെരുന്നാളിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൊരി ഇച്ചിരി കഴിച്ചു. അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരുന്ന ആ ദിവസം തീർന്നടേ. നെക്സ്റ്റ് ഡേ രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആണ്. അപ്പൊ രാത്രി തന്നെ ഞാൻ എയർപോർട്ടിലേക്ക് പോയി ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തുനിന്ന് നോക്കിയാൽ കാണാമല്ലോ കൊച്ചിൻ എയർപോർട്ടില് പാരന്റ്സിനെയൊക്കെ. അപ്പൊ ഞാൻ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞുകൊടുക്കാം. പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു പൊക്കോ പൊക്കോ ഞാനും പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് ഞാൻ പോയി. ഫൈനലി ഫ്ലൈറ്റിന്റെ ടൈം ആയടെ. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ക്യൂ ഒക്കെ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറിയായിരുന്നു കേട്ടോ. ഫൈനലി കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് മൂവ് ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി ഡൗൺ ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഒക്കെ പൊന്തി നല്ല അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ കണ്ടതിനപ്പോഴും എനിക്ക് വന്നൊരു ഡൗട്ടാണ്. ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴും നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും നൈറ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ടേ നമ്മുടെ ലൈറ്റ് മാത്രം എന്താടെ ഇങ്ങനെ എന്തുകൊണ്ട് നോക്കിക്കേ സ്പോട്ട് ലൈറ്റ് പോലെയല്ലേ കാണുന്നത്. എനിക്ക് അങ്ങനെ ആട്ടോ ഫീൽ ചെയ്തത്. പക്ഷെ ദുബായിലെ ലൈറ്റ് നോക്കിയാൽ അത് മുകളിൽ നോക്കിയാലും താഴത്ത് നോക്കിയാലും എന്നെ ഭംഗിയാ കാണാനായിട്ട്. എന്തോ ആവട്ടെ. എന്തായാലും ഞാൻ ഇവിടെ യു എയില് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്, താങ്ക് ഗോഡ്. പിന്നെ ഏറ്റവും വലിയ പണിയാണല്ലോ ബാഗേജ് കിട്ടുന്നത്. ലഗേജ് കിട്ടി വരുമ്പൊക്കെ എനിക്ക് അങ്ങ് ടെൻഷൻ അത് കിട്ടുന്ന ഇടം വരെ. അങ്ങനെ ഫൈനലി ഞാൻ കണ്ടുപിടിച്ച് കുറച്ചു നേരത്തെ അലച്ചിലിന് ശേഷം, കാരണം ഒരു ഇതില് തന്നെ ബെൽറ്റിൽ തന്നെ വരുന്നത് എത്രയാ 4 ഫ്ലൈറ്റിന്റെ പെട്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലി എന്റെ പെട്ടി കിട്ടി. ഞാൻ പെട്ടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്റെ കെട്ടിയാണ് അപ്പൊ സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. 6 മണിയായപ്പം തന്നെ പുറത്തിറങ്ങിയതുകൊണ്ട് നല്ല അടിപൊളിയല്ലേ ആകാശമൊക്കെ കാണാനായിട്ട്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാ.